ബഹുമാനപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറി മഹാലക്ഷ്മിയോടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ. നിങ്ങൾക്ക് എന്നാ വേണ്ടേ? ഇറങ്ങണി ഇങ്ങോട്ട്. നിന്നോട്ടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് വർഷം 3 കഴിഞ്ഞു. ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. സുരേഖയെ വിട്ടുതരുന്നോ ഇല്ലയോ? ഞങ്ങൾ ആരും അവളെ പിടിച്ചു വെച്ചിട്ടില്ല. എന്തും തീരുമാനിക്കാനുള്ള വിവരം വിദ്യാഭ്യാസം അവൾക്കുണ്ട്. ഇങ്ങനെ ഒരു ഒടങ്കല്ലി ന്യായവും പറഞ്ഞ് ഇനി ഒഴിഞ്ഞു മാറാന്ന് കരുതണ്ട. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്ന കാര്യം. സുരേഖ എന്റെ വീട്ടിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ തൂക്കിയെടുത്ത് വണ്ടിയിലിടാം. നിങ്ങൾ എന്ത് പോക്കറി നീയാണ് ചോദിക്കാൻ. അടിച്ച് കൊല്ലവനെ. അവരുടെ പുറകെ 2 ഗുണ്ടമാർ ഉണ്ടല്ലോ. എന്ത് പറ്റി മാഡം? എന്നെ രക്ഷിക്കണം. നിന്നെ ആരും രക്ഷിക്കില്ല. അവളെ ഞാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊന്നുകളയും. തടയാൻ ശ്രമിച്ചാ നിന്നെ ആരാണ് നിങ്ങൾ? എന്താണ് കാര്യം? അതെ, വഴിപോക്കർ ഇടപെടേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. കുടുംബകാര്യം വീട്ടിലല്ലേ, റോട്ടിലല്ലോ. പിന്നെ ഒരു കാര്യം, ഒരാൾ ശത്രുവായാലും ശരി മിത്രമായാലും ശരി, നമ്മളുടെ സഹായം ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. അതാണ് നമ്മളുടെ മര്യാദ. ചവിട്ടി മണത്രയാണ്. മാഡത്തിന് ഡ്രൈവർ ഉണ്ടോ? ഡ്രൈവറിനെ അവർ തല്ലി ഓടിച്ചു. എങ്ങോട്ടാണ് പോകാൻ കൊടുക്കുന്നത്? പാലക്കാട്. വിരോധമല്ലെങ്കിൽ നമ്മളുടെ കാറിൽ മാഡത്തിന്റെ കാർ കോപ്പി കൊണ്ടുപോകും. നമ്മളെ പേടിയുണ്ട്. പേടിക്കാൻ പറ്റേണ്ട, നമ്മൾ വളരെ ഡീസന്റ് ആണ്. കയറാൻ കൊടുത്തോളൂ. അരെ ഗോപേ, ജോലി കളഞ്ഞ് മാഡത്തിന്റെ കാറുമായി പാലക്കാട് വരാൻ കൊടുത്തോളൂ. മുതലാളി പൊയ്ക്കോ, ഇതിപ്പോ ഫിനിഷ് ആവും. ആരാണ് അവർ? അവരെ എന്തിനാണ് തന്നെ ഉപദ്രവിക്കാൻ കൊടുക്കുന്നത്? ആരെയാണ് അവർ കൊല്ലാൻ കൊടുക്കുമെന്ന് പറഞ്ഞത്? അത് എന്റെ സഹോദരി. സഹോദരിയുടെ ആരാണ് അയാൾ? വീട്ട് കോയമ്പത്തൂരാണല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും സഹോദരി മാത്രം. താൻ കല്യാണം കഴിക്കാൻ കൊടുത്തിട്ടില്ല അല്ലേ? എന്താണ് കല്യാണം കഴിക്കാൻ കൊടുക്കാത്തത്? സാഹചര്യം ഒത്തു വന്നില്ല. വീട്ടിൽ കുറച്ച് ഫാമിലി പ്രോബ്ലംസ്. നല്ല വെസ്പ. നമ്മളൊന്നും കളിച്ചിട്ടില്ല. പാലക്കാട് എത്തുമ്പോൾ നേരം ഒരുപാടാകും. നിങ്ങൾ വീട്ടിൽ നിന്ന് കളിച്ചിട്ടായിരിക്കും പോകുന്നതല്ലേ? അല്ല. അപ്പോ വിരോധമില്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി എന്തെങ്കിലും കളിക്കാം. വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ പട്ടിണി കിടന്നുള്ളൂ, നമ്മൾ വയർ ഫുള്ളാക്കാം. അപ്പോൾ വിരോധമില്ല അല്ലേ? ഓക്കെ. നമ്മൾ പ്യൂർ വെജിറ്റേറിയൻ ആണ്. അതിലാണ് കൂടുതൽ പച്ചക്കറികൾ. ഒരു വെജിറ്റബിൾ സൂപ്പ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, പിന്നെ ഗോപി മഞ്ചൂരി, 2 ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ, പിന്നെ ഒരു വെജിറ്റബിൾ സാലഡ്. ഇത്രയും മതി. നമ്മൾ ഡയറ്റിലാണ്. അല്ല, നിങ്ങൾ ഓർഡർ ചെയ്തില്ലല്ലോ. ഇവിടെ നല്ല പോത്ത്, കോഴിയെല്ലാം കിട്ടും. ഞാനും വെജിറ്റേറിയനാ. പക്ഷെ പൂത്തിറച്ചി തിന്നുന്ന ആൾക്കാർമാരുടെ ഒരു രീതിയുണ്ട് സംസാരത്തില്. ഓർഡർ ചെയ്തോളൂ, ഓർഡർ ചെയ്തോളൂ. എനിക്കൊരു കർഡ് റൈസ് മതി. ഓക്കേ മാഡം. സർപ്രൈസ്. എന്താ ഇവിടെ? ആഹാരം കളിക്കാൻ കയറിയതാണ്. ഞങ്ങള് തിരുപ്പതി പോകുന്ന വഴിയാ. ഹീസ് മിസ്റ്റർ രാജ, രാജരാജ കമ്മത്ത്. ഹലോ. നമ്മൾക്ക് മനസ്സിലാക്കാൻ കൊടുത്തില്ല. ഓ സോറി, ഹീസ് മൈ ഹസ്ബൻഡ്. തെലുങ്കനാണ്. നമസ്കാരമുണ്ട്. ഹായ്. ഇതാരാ? വൈഫാണോ? അല്ല, ഒരു ഫ്രണ്ടാണ്. ഓ ഐ എം സോറി. ഓക്കേ മിസ്റ്റർ കമ്മത്ത്, സീ യു സം ടൈം. ബൈ, ടേക്ക് കെയർ. നന്നായിരിക്കട്ടെ. താങ്ക് യു. ആരാ അവര്? ആറ് റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട എന്റെ ഭാര്യ ആയിരുന്നു. അപ്പൊ ഇപ്പൊ അല്ല. എന്തിനാ പിരിഞ്ഞേ? ഒരുപാട് സഹിക്കാനും പൊറുക്കാനുമുള്ള ത്രാണി വെങ്കട്പതി നമ്മൾക്ക് കൊടുത്തിട്ടില്ല. പ്രിയേണ്ടി വന്നു, പിരിഞ്ഞു. അതാണ് കാര്യം.
എന്താണ് തനിക്ക് നോക്കുന്നത്? എന്ത് ലാഘവത്തോടു കൂടിയാ ഒരു ഡിവോഴ്സിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത്? അതും ഒരു കഥയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ കുറച്ച് കാശ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചത്. എല്ലാവർക്കും വളരെ സന്തോഷം, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം. രാധിക, അതാണ് നമ്മളുടെ ഭാര്യയുടെ പേര്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാം ലണ്ടനിലാണ്. ആ കുട്ടി അവിടെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ രീതികളോടൊന്നും ഒത്തുപോകാൻ ആ കുട്ടിക്ക് കഴിച്ചല്ല. എന്റെ അമ്മയ്ക്ക് ആ കുട്ടി എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു, ജീവൻ. മോളെ, നമ്മളുടെ കുടുംബത്തിൽ ആരും ഇതുമാതിരി വസ്ത്രങ്ങൾ ധരിക്കാറില്ല. ഞാൻ എന്ത് ധരിക്കണോന്ന് ഞാൻ തീരുമാനിക്കും. അതിലാരും ഇടപെടേണ്ട ആവശ്യമില്ല. മോളെ പോതല്ലേ ശല്യം. നമ്മളുടെ മനസ്സ് വിഷമിക്കുമെന്ന് കരുതി ആരും ഒന്നും പറയാൻ കൊടുത്തില്ല. എല്ലാം മറച്ചു വെച്ചു. ഒരു ദിവസം നമ്മൾ കോഴിക്കോട്ടെ ഒരു കട നോക്കാൻ പോയിട്ട് വരുമ്പോൾ അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായി. അയ്യോ, എന്ത് പറ്റി? മോളെ, കുട്ടികളുടെ അച്ഛന് ഭയങ്കര നെഞ്ചുവേദന. ഉടനെ ആസ്പത്രി പോണോ? മോളിന് കാറെടുക്കണേ. ഞാൻ മെഹന്തി ഇട്ടിരിക്കുന്ന കണ്ടില്ലേ? നിങ്ങൾ പുറത്തുനിന്ന് വല്ല ടാക്സി വിളിക്കും. അതിനൊക്കെ ഒരുപാട് നേരം എടുക്കും. മോള് കൈ കളിയിട്ടോ. നിങ്ങളൊന്ന് ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ? മോളെ, റോഡിൽ ഇറങ്ങി ടാക്സി വിളിച്ച് ആസ്പത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു. താൻ ഒരാൾ കാരണമാണ് നമ്മളുടെ അച്ഛൻ മരിക്കാൻ കൊടുത്തത്. അതെ, നിങ്ങളുടെ വീട്ടിലെ വേലക്കാരി ആവാനോ ഡ്രൈവർ ആവാനോ തന്തേ നല്ല നോക്കാനോ എന്നെ കിട്ടില്ല. ആ മുടിഞ്ഞ തള്ളിയും കൂടി ചത്തിരുന്നെങ്കിൽ സമാധാനമായനെ. അയാളുടെ കർണം പൊട്ടിച്ചു ഒന്ന് കൊടുത്തു, അയാളും പൊട്ടിച്ചു താലി. പെറിഞ്ഞതിന്റെ നഷ്ടബോധം കുറ്റബോധവും നമ്മൾക്കുണ്ടായിട്ടില്ല. സോറി. എന്തിന്? അവര് വരേണ്ട സമയം കഴിഞ്ഞല്ല. ഇനി രണ്ടുപേരും കൂടി വല്ല ഹോട്ടലിൽ റൂം എടുത്തതാണോ? അതെ, ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത ആളാ എന്റെ മുതലാളി, അറിയോ? ഓ, എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് കിടക്കൂല. അപ്പൊ പിന്നെ അവരെത്തി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ തെകേന ജലാലിയെ കൂറുകല്ലിൽ വെറുതെ ഒരു ഇഡ്ലി, കുറച്ച് സാമ്പാർ, കുറച്ച് സമ്മതിപ്പൊടി, അത് പോരെ. ഇത് ആരാണ് ഉണ്ടാക്കാൻ കൊടുത്തത്? അമ്മയല്ല, ഉറപ്പ്. ഇത്ര രുചിയില്ലാത്ത ആഹാരം അമ്മ ഉണ്ടാക്കാൻ കൊടുക്കില്ല. അയ്യേ, ഈ ചായ ഒരു തുള്ളി പോലും തിന്നാൻ പറ്റണില്ലല്ലോ. ഒരു രുചിയുമില്ല. ആ ഗോപി ആയിരിക്കും ഉണ്ടാക്കാൻ കൊടുത്തത്. അറേ ഗോപേ. അയ്യോ, എനിക്ക് തിന്നാൻ അറിയൂ, ഉണ്ടാക്കാൻ അറിയില്ല. ഒന്ന് ഞാൻ തർപ്പിച്ച് പറയാം, ഇത് ശത്രുരാജ്യത്ത് വന്ന ഭക്ഷണം. എന്ത്? ശത്രുരാജ്യത്ത് നിന്ന് വന്നതോ? താൻ എന്താണ് പറയാൻ കൊടുക്കുന്നത്? തനിക്ക് തലയ്ക്ക് ഓളമുണ്ടോ? നമ്മൾ നമ്മളുടെ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ കൊടുത്തോളാം. संत सांग ती ऐकतल रे. हे सगळं पेत्तान तुलगरकड चेडू अनको ओरळलेंत. കോണേ, മഹാലക്ഷ്മി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കണ്ട. ആർ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലാന്ന്? ഇപ്പൊ സാറല്ലേ പറഞ്ഞേ? അത് അമ്മയെ ചൂടാക്കാൻ ഇടയ്ക്ക് ഒരു തമാശ കൊടുത്തത്. ഇടയ്ക്കിടയ്ക്ക് അമ്മയെ സിറിപ്പിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. അത് ശരിയാ. ഇന്നലെ മുതലാളി ഒരു കോമഡി പറഞ്ഞിട്ട് ഞാൻ 2 ആഴ്ച ചിരിച്ചു. ഇനി ഒരാഴ്ച കൂടി ചിരിക്കും. കാലത്തെ കുറങ്ങ, തനിക്ക് പുറത്തു പോ. ഓ, ചെറുപ്പം തൊട്ടേ അമ്മ അടുക്കളയിൽ കേട്ടിട്ടില്ല. അതുകൊണ്ട് പാചകത്തിൽ ഇത്തിരി പുറകോട്ടാ. വാചകത്തിൽ മുന്നോട്ടാണല്ലോ. അതിന് നിങ്ങൾ ചേട്ടനെ അനിയനും തോൽപ്പിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. കാലത്തെ കുറങ്ങ, താൻ ഇതുവരെ പോകാൻ കൊടുത്തില്ല. ആൽബലാതി തനിക്ക് ഫ്രീ കൊടുക്കുമ്പോൾ താൻ വാ, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം. പാചകം നല്ല രസമായിരിക്കും. വെറുതെ പറഞ്ഞതാണ്. നിങ്ങൾ മിണ്ടി പറഞ്ഞിരിക്കൂ, നമുക്ക് തിരക്കുണ്ട്. വരട്ടെ. ती चेडू तुका चोन चायलिलता. ഇത്തിക്ക് വിശേഷു. ആ കുട്ടിക്കൊരു സഹായം ചെയ്യാൻ കൊടുക്കാൻ. എന്ത് സഹായമാണ് നമ്മൾ ചെയ്യാൻ കൊടുക്കേണ്ടത്? പറയടോ. അത് എന്റെ കൂടെ ഒന്ന് കോയമ്പത്തൂര് വരെ വരുമോ? ബോഡി ഗാർഡായിട്ടാണോ? അയ്യോ, അങ്ങനെയല്ല. എന്റെ സഹോദരിക്കൊരു പ്രോബ്ലം. ആണടുത്ത് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ സഹായിക്കാൻ മാത്രം ബന്ധുക്കളൊന്നും ഇല്ല ഞങ്ങൾക്ക്. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. നമ്മൾ പറ.